വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തു ആർക്കുവേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കൃഷ്ടത്തിനും ഉതകുന്നവ നമുക്കനുവർത്തിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്. എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഓർമ്മിക്കുക, നിന്റെ സഹോദരന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ നീ മാംസം ഭക്ഷിക്കാതെയും മദ്യം കുടിക്കാതെയും സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയിരിക്കുക. നാം ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും വലിയ വിപത്തുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് അമിത ഭക്ഷണവും മദ്യാസക്തിയുമാണ്. തന്മൂലം സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും അശുദ്ധിയിലേക്കും തുടർന്ന് രോഗത്തിലേക്കും നയിക്കുന്നു. കുറ്റവാളികളുടെയും രോഗങ്ങളുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ പറഞ്ഞവയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. പല സന്നദ്ധ സംഘടനകളും മദ്യത്തിനെതിരെ മുറവിളി കൂട്ടുമ്പോൾ മനസ്സിലാക്കാത്തൊരു കാര്യം, മദ്യാസക്തിക്ക് കാരണമാകുന്ന ഭക്ഷണ ക്രമീകരണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനാണ് ആദ്യം ശ്രമിക്കേണ്ടതെന്നാണ്. അത് വിജയിച്ചാൽ മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് സംഭവിച്ച ദാരുണമായ മരണത്തിന് കാരണം ലഹരിയുടെ വലിയ ഉപയോഗത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഒരു മാതൃഹൃദയത്തിന് ഇത്ര കഠിന മനസ്സുണ്ടാകുന്നുവെങ്കിൽ ഇവ ഉടലെടുക്കുന്ന പശ്ചാത്തലം ഈ ഭക്ഷണത്തിൽ നിന്നു മാത്രമാണ്. പട്ടിണിയുടെ വേദന അനുഭവിച്ചിട്ടുള്ള ഒരമ്മയ്ക്കും ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ആയതുകൊണ്ട് ഈ നോമ്പുകാലത്തിലൂടെ നേടിയെടുത്ത ഭക്ഷണ ക്രമീകരണങ്ങൾ തുടർന്നു മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും ശ്രമിക്കുക. അതിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവത്തെ പോലെ വലിയ ദൈവം അവനല്ലാതെ ദൈവം ഇല്ലേയില്ല. യേശുവിനെ പോലെയുള്ള നല്ല രക്ഷകൻ അവനല്ലാതെ രക്ഷയില്ലേയില്ല. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം അവനല്ലാതെ ദൈവം ഇല്ലേയില്ല. യേശുവിനെ പോലെയുള്ള നല്ല രക്ഷകൻ അവനല്ലാതെ രക്ഷയില്ലേയില്ല. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്നവൻ, മഹത്വവും തേജസ്സും അണിഞ്ഞ ദൈവം, വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്നവൻ. ഇരുട്ടൊട്ടും ഇല്ലാത്ത വെളിച്ചമവൻ, അടുത്തുകൂടാത്ത വെളിച്ചമവൻ. ഇരുട്ടൊട്ടും ഇല്ലാത്ത വെളിച്ചമവൻ, അടുത്തുകൂടാത്ത വെളിച്ചമവൻ.
നടുവിലിറങ്ങുന്ന ദൈവമല്ലോ. തീ കൊണ്ടുത്തരം നൽകും ദൈവമല്ലോ, തീ നടുവിലിറങ്ങുന്ന ദൈവമല്ലോ. തീയിൽ നിന്നു രക്ഷിക്കുന്ന ദൈവമല്ലോ, തീമതിലായി കാക്കുന്ന ദൈവമല്ലോ. തീയിൽ നിന്നു രക്ഷിക്കുന്ന ദൈവമല്ലോ, തീമതിലായി കാക്കുന്ന ദൈവമല്ലോ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവനല്ലാതെ വേറെ ദൈവമേയില്ല, അവനല്ലാതെ വേറെ രക്ഷകനില്ല. അവനല്ലാതെ വേറെ ദൈവമേയില്ല, അവനല്ലാതെ വേറെ രക്ഷകനില്ല. ആരാധ്യനായി വേറെ ദൈവമില്ലല്ലോ, യേശുവിനെ പോലെ വേറെ രക്ഷകനില്ല. ആരാധ്യനായി വേറെ ദൈവമില്ലല്ലോ, യേശുവിനെ പോലെ വേറെ രക്ഷകനില്ല. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ,